ബന്ദിപ്പൂർ അതൊരു യാത്രയല്ല, ഒരു അനുഭവമാണ്, ഒരു ഓർമ്മയാണ്, ഒരു തിരിച്ചറിവാണ്. അകത്തു കടന്നതും ആനക്കൂട്ടത്തെയും മാൻകൂട്ടത്തെയും കണ്ടു. ഓരോ ടേണിലും ഇപ്പോൾ കടുവ വരുമോ എന്നൊരു എക്സൈറ്റ്മെൻറ്റ്. പ്രകൃതിയുടെ നിശബ്ദത കേൾക്കണമെങ്കിൽ നഗരങ്ങളുടെ ശബ്ദത്തിൽ നിന്നും അകന്നു പോവുക തന്നെ വേണം. ഇതൊരു വനമല്ല, ഒരു ജീവനുള്ള ലോകം. പുലരിയുടെ ആദ്യ പ്രകാശം മരച്ചില്ലകളിലൂടെ പതിയുമ്പോൾ കാറ്റുപോലും നിശബ്ദമായി സഞ്ചരിക്കുന്നു. ഒരിക്കൽ മൈസൂർ രാജാക്കന്മാരുടെ വേട്ടയാടൽ പ്രദേശമായിരുന്നു ഈ ഭൂമി. ഇന്ന് വന്യജീവികളുടെ സുരക്ഷിത അഭയസ്ഥാനമാണ്. ഇവിടെ മനുഷ്യൻ അതിഥിയാണ്, പ്രകൃതിയാണ് യഥാർത്ഥ ഉടമ എന്നൊരു തിരിച്ചറിവാണ് നമുക്ക് ലഭിക്കുന്നത്. വരണ്ട ഇലവൊഴിയും വനങ്ങളിലെ വൈവിധ്യമാർന്ന ജന്തുജാലങ്ങളും വൈവിധ്യമാർന്ന ജൈവമണ്ഡലങ്ങളും ഇതിനെ വ്യത്യസ്തമാക്കുന്നു. പശ്ചിമഘട്ടവും ഡെക്കാൻ പീഠഭൂമിയും സംഗമിക്കുന്ന സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 1973 പ്രൊജക്റ്റ് ടൈഗറിൻ്റെ ഭാഗമായി ഇതൊരു വനം കടുവ സംരക്ഷണ കേന്ദ്രമായി സൃഷ്ടിക്കപ്പെട്ടു. അത്രയും മനോഹരമായ യാത്രയാണ് നമുക്കിതുവഴി കിട്ടുക. നമ്മൾ മൈസൂരിലേക്ക് മുത്തങ്ങ വഴി ബന്ദിപ്പൂർ കാടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിമനോഹരമായ വൃത്തിയുള്ള നല്ല റോഡും അതിനു ചുറ്റിലുമായിട്ട് മനോഹരമായ കാഴ്ചകളും തന്നു പോകുന്ന ഈ ബന്ദിപ്പൂർ കാടുകൾ നമ്മൾ ഒരു തവണയെങ്കിലും ഇതുവഴി പോയിരിക്കണം. ഒരു PSC പഠിതാവ് എന്ന നിലയിൽ നമുക്കിതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ കൂടി നോക്കാം. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകത്തിലാണ്. കർണാടകത്തിലെ ചാമരാജനഗറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചാമരാജനഗർ ജില്ലയിലാണ് ഈ ഒരു ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് 1973 നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് ഈ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. ഇതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. അപ്പം ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിനോടടുത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ. കടുവകൾക്കാണ് ഏറ്റവും പ്രസിദ്ധം. ആദ്യകാല നാമം മൈസൂർ ഗെയിം റിസർവ് എന്നായിരുന്നു ഇതിൻ്റെ ആദ്യകാല നാമം. 1931 പ്രൊജക്റ്റ് ടൈഗറായത് 1973 ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിച്ചത് 1986. ഇതിൻ്റെ വിസ്തൃതി 874 ചതുരശ്ര കിലോമീറ്ററാണ്.